ഹായ് എവരിവൺ. ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്ന് പറയുന്ന ഒരു കുറച്ച് ടഫ് എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു ചാപ്റ്ററാണ് അല്ലേ. വലിയ ടഫൊന്നുമില്ല, പക്ഷെ ആളുകൾക്ക് അതൊരു സ്റ്റോറി ഒന്നും അല്ലാത്തതുകൊണ്ട് കുറച്ച് പ്രയാസമുണ്ട്. ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ ചോദിക്കാറുണ്ട്. നമുക്ക് അതിന്റെ ഒരു ക്വിക്ക് സമ്മറി നോക്കാം. ആൻഡ് ദെൻ ഗാന്ധി കെയിം ഇസ് എൻ എക്സെപ്റ്റ് വിച്ച് ഇസ് ടേക്കൺ ഫ്രം ജവഹർലാൽ നെഹ്റൂസ് ഡിസ്കവറി ഓഫ് ഇന്ത്യ. ജവഹർലാൽ നെഹ്റുയുടെ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ നിന്നുമാണ്. പ്രശസ്തമായിട്ടുള്ള പുസ്തകമാണ്, ഒരു ഫേമസ് ബുക്കാണ്. ആ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഈ പുസ്തകത്തിന്റെ അകത്തുനിന്നുള്ള ചെറിയൊരു ഭാഗം മാത്രമാണ് ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്ന് പറയുന്നത്. ഓക്കെ, ഗാന്ധിജിയുടെ ഇന്ത്യയിലേക്കുള്ളൊരു വരവ്, ആ ഒരു സമയത്തെ കുറിച്ചിട്ടാണ് ഈ ഭാഗത്ത് വിശദീകരിക്കുന്നത്. ഓക്കെ, in the first section, Jawaharlal Nehru tells us that even though World War I was ended, there was no peace in India. അദ്ദേഹം ആദ്യം തന്നെ പറയുന്നത്, ഈ ഭാഗത്തിൽ അദ്ദേഹം ആദ്യം തന്നെ ഈ ജവഹർലാൽ നെഹ്റു ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് നമ്മളെ AS ഓഫ് എക്സാമിനേഷൻ ഒക്കെ എഴുതുന്ന സിവിൽ സർവീസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് വായിക്കുന്ന ഒരു പുസ്തകമാണ്. എന്ന് വെച്ചാൽ ഈ കൃത്യമായിട്ട് ഇന്ത്യയുടെ ഒരു ചരിത്രം അല്ലെങ്കിൽ ആ ഒരു ബ്രിട്ടീഷേഴ്സിന്റെ ആ പീരീഡ് എല്ലാം കൃത്യമായിട്ട് അതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, വിവരിക്കുന്ന ഒരു വലിയ പുസ്തകമാണ്. അപ്പം അതിനകത്ത് ഈ ഭാഗത്ത് തുടങ്ങുന്ന ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് ആദ്യം തന്നെ പറയുന്നത് ഇതാണ്. ഏത് അന്നത്തെ ഒരു പൊളിറ്റിക്കൽ സിനോറിയ അല്ലെങ്കിൽ അന്നത്തെ ഒരു ആളുകളുടെ ഒരു നിലപാട് എന്തൊക്കെയായിരുന്നു, ഇന്ത്യയിലെ ഒരു സ്ഥിതിഗതി എന്തായിരുന്നു. വേൾഡ് വാർ I കഴിഞ്ഞു, എന്നിട്ടും നമ്മുടെ നാട്ടിൽ എന്ത് വന്നിട്ടില്ല. ഒരു യുദ്ധം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമാധാനമാണ് പിന്നീട് അല്ലെ. ആ സമാധാനത്തിന് പകരം ഇന്ത്യയിൽ എപ്പോഴും പ്രയാസങ്ങളും പ്രശ്നങ്ങളും തന്നെയായിരുന്നു. വേൾഡ് വാർ I കഴിഞ്ഞു, വേൾഡ് വാർ I was ended. There was no peace in India. ഇന്ത്യയിൽ മാത്രം സമാധാനമില്ല. ഇൻസ്റ്റെഡ് ഓഫ് പീസ്, സമാധാനത്തിന് പകരം there were repressive legislation. ഓക്കെ, മാർഷൽ ലോ ഇൻ പഞ്ചാബ്. അങ്ങനെ അടിച്ചമർത്തപ്പെടുന്ന ഭരണകാര്യങ്ങൾ. അതുപോലെ തന്നെ മറ്റൊന്ന് ഈ പറയുന്ന പഞ്ചാബിൽ നടപ്പിലാക്കിയ മാർഷൽ ലോ. ഇതൊക്കെയായിരുന്നു ഇന്ത്യയിലെ അനന്തരഫലങ്ങൾ വേൾഡ് വാർ I ശേഷം. Eventually, India was isolated by the rest of the countries. We are still under the clutches of British. Since India did not know technical and physical works, India began to face poverty. No one gave solace and hope to Indians. ഇന്ത്യ ശരിക്കും പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ നമ്മുടെ ബാക്കി രാജ്യങ്ങളിൽ നിന്നും ഒറ്റപ്പെടുകയായിരുന്നു ചെയ്തത്. ഓക്കെ, ഇന്ത്യ അന്നും ആരുടെ ക്ലച്ചസിലായിരുന്നു? ബ്രിട്ടീഷേഴ്സിന്റെ ക്ലച്ചസിലായിരുന്നു. ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കിട്ടിയില്ലെന്ന് മാത്രമല്ല, നമ്മൾ വഞ്ചിക്കപ്പെടുക ചെയ്യുന്നത്. നമ്മളൊന്നുകൂടെ അടിച്ചമർത്തുകയാണ് അവർ ചെയ്തത്. ഇന്ത്യക്കാർക്ക് പൊതുവെ ടെക്നിക്കലും അതുപോലെ തന്നെ ഫിസിക്കൽ വർക്ക്സിലൊന്നും സ്കിൽസ് ഇല്ലാത്തത് കൊണ്ട്, നല്ല വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ട്, പുതിയ ടെക്നോളജി അനുസരിച്ച് ജോലി ചെയ്യാൻ അറിയാത്തത് കൊണ്ട് പോവർട്ടി രൂക്ഷമായി ഇന്ത്യയിൽ. ഓക്കെ, അന്ന് ഇന്ത്യയിലെ ആളുകളെ സോളൻസ്, കംഫർട്ട് നൽകാനോ അല്ലെങ്കിൽ ഹോപ്പ്, പ്രതീക്ഷ നൽകാനോ ആരും തന്നെ ഇല്ല. ഇന്ത്യയിൽ പുറത്തുമില്ല, അകത്തും ആരും തന്നെ ഇല്ല. നേതാക്കന്മാർക്കാർക്കും ഇത് സാധിക്കുന്നില്ല. ഓക്കെ, ഇന്ത്യക്കാർക്ക് സപ്പോർട്ട് നൽകാൻ, ഹോപ്പ് നൽകാൻ ആർക്കും സാധിക്കുന്നില്ല. ബട്ട് ജവഹർലാൽ നെഹ്റു സേസ് ദാറ്റ്. പക്ഷെ ജവഹർലാൽ നെഹ്റു ഇങ്ങനെ നമ്മളോട് പറയാണ്, ദാറ്റ് even though we were facing poverty, Indians did not step back. But Jawaharlal Nehru says that, ജവഹർലാൽ നെഹ്റു പറയുന്നതാണ്, ഈവൻ ദോ വി വർ ഫേസിങ് പോവർട്ടി, നമ്മൾ പോവർട്ടി ഫേസ് ചെയ്യുകയാണെങ്കിൽ പോലും ഓക്കെ, ഇന്ത്യക്കാർ എന്തിനു തയ്യാറായിരുന്നില്ല? പുറകോട്ട് സ്റ്റെപ്പ് ബാക്ക് ചെയ്യാൻ നമ്മൾ തയ്യാറായിരുന്നില്ല. ദേ വർക്ക്ഡ് വെരി ഹാർഡ്. അവർ വളരെ കഷ്ടപ്പെട്ടിട്ട് ജോലി ചെയ്തു. ദേ ടോയിൽഡ് ഡേ ആൻഡ് നൈറ്റ് ടു മേക്കിംഗ് പ്രോസ്പെറസ് കൺട്രി. അവർ രാവും പകലും വളരെ കഠിനമായി അധ്വാനിക്കുകയായിരുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഒരു പ്രോസ്പെറസ് കൺട്രി ഇവിടെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട്. സ്റ്റിൽ there was so many areas where Indians needed guidance because during that time there was so many injustice happening in India. എന്നാലും ഒരുപാട് മേഖലകളിൽ നമ്മൾ കുറച്ചുകൂടെ പുരോഗതി കൈവരിക്കാനുണ്ടായിരുന്നു. കാരണം അന്ന് ഒരുപാട് മേഖലകളിൽ ഇന്ത്യയിൽ ഇൻജസ്റ്റിസ്, അനീതി വിളയാടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഗൈഡൻസിന്റെയും ആവശ്യമുണ്ടായിരുന്നു. ഒരു പ്രോപ്പർ ഗൈഡൻസ്, നിങ്ങൾ ഇന്ന രീതിയിൽ ചിന്തിക്കണം, ഇന്ന രീതികൾ നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു തരാൻ ഒരു ആള് അവിടെ ഇല്ലായിരുന്നു. ഓക്കെ, വിത്ത് ദ അറൈവൽ ഓഫ് ഗാന്ധിജി, ആ സമയത്താണ് മിസ്റ്റർ ഗാന്ധി അല്ലെ അവിടെ അറൈവ് ചെയ്യുന്നത്. there occurred tremendous changes in India. അങ്ങനെ അദ്ദേഹത്തിന്റെ വരവോട് കൂടിയിട്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ് ഇന്ത്യയിൽ. വിത്ത് ഹിസ് ഐഡിയോളജീസ് ആൻഡ് നോളജ്, അദ്ദേഹത്തിന്റെ ഐഡിയോളജീസ്, അദ്ദേഹത്തിന്റെ നോളജ്, ഹി ചേഞ്ച് ദ മൈൻഡ് ഓഫ് ഇന്ത്യൻസ്. അദ്ദേഹം ശരിക്കും ഒരു സൈക്കോളജിസ്റ്റിനെ പോലെ സൈക്കോളജിക്കലി നമ്മുടെ മനസ്സിലേക്കാണ് അദ്ദേഹം മാറ്റങ്ങൾ കൊണ്ടുവന്നത്.
Okay, explicitly he removed veils from the eyes of Indians. വ്യക്തമായി പറഞ്ഞാല് അദ്ദേഹം ഇന്ത്യക്കാരുടെ കണ്ണിന് മുമ്പിലുണ്ടായിരുന്ന മറ, അതാണ് വെയിൽസ് എന്ന് പറഞ്ഞാല്, ഒരു മറ ഉണ്ടായിരുന്നു. ഓക്കെ, ജാതി വ്യവസ്ഥയുടെ പേരിലാണെങ്കിലും അതുപോലെ തന്നെ ഈ നമ്മളൊരു എന്താ പറയാ ഈ ബ്രിട്ടീഷേഴ്സിന്റെ മുമ്പിൽ വിധേയത്വം കാണിച്ചുകൊണ്ട് നിൽക്കുന്ന കാര്യത്തിലാണെങ്കിലൊക്കെ അതൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യേണ്ട ആളുകളാണ്, നമ്മൾ അടിമകളായിരിക്കേണ്ട ആളുകളാണ് എന്നൊരു ബോധത്തിൽ ജീവിക്കുന്ന ആ മറയാണ് ഇവിടെ കണ്ണിന് മുമ്പിൽ ഉണ്ടായിരുന്ന മറ എന്ന് പറയുന്നത്. ആ മറകൾ നമ്മൾ നീക്കി. ഓക്കെ, ഹി ഈവൻ പോയിന്റഡ് ഔട്ട് ദാറ്റ് ഇന്ത്യൻസ് were exploited by the British in all the fields. അദ്ദേഹം ഇങ്ങനെ കാണിച്ചു തന്നു നമുക്ക്, നോക്ക് എല്ലാ മേഖലകളിലും ബ്രിട്ടീഷേഴ്സ് നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു മനസ്സിലാക്കി തന്നു. സോ ഹി ഡിക്ലെയർഡ് them to strike back rather than becoming the slaves of British. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഈ ബ്രിട്ടീഷേഴ്സിന്റെ അടിമകളായി മണ്ടന്മാരായി ജീവിക്കുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ എന്ത് ചെയ്യണം, തിരിച്ചടിക്കുകയാണ് വേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞു. ദ എസൻസ് ഓഫ് ഹിസ് ടീച്ചിങ് വാസ് ഫിയർലെസ്നെസ് ആൻഡ് ട്രൂത്ത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ഇത്രയാണ്, അദ്ദേഹത്തിന്റെ ടീച്ചിങ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. അദ്ദേഹത്തിന്റെ ടീച്ചിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഇവിടെ പറയുന്നത്. എന്താണ് ദ എസൻസ് ഓഫ് ഹിസ് ടീച്ചിങ്? അദ്ദേഹത്തിന്റെ ടീച്ചിങ്ങിൽ, അദ്ദേഹം പഠിപ്പിക്കുന്ന പാഠങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം എന്ന് പറഞ്ഞാൽ ഫിയർലെസ്നെസ് ആണ്, ഭയമില്ലാതിരിക്കുന്ന അവസ്ഥ, ആൻഡ് ട്രൂത്ത്, സത്യത്തെ മുറുകെ പിടിക്കുന്ന അവസ്ഥ. ഇത് രണ്ടുമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ ഇത് മാത്രം ചെയ്താൽ മതി, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കൊള്ളും എന്ന് അദ്ദേഹം പറഞ്ഞു. വിച്ച് വുഡ് ഹെൽപ്പ് ഇന്ത്യ ടു അച്ചീവ് പ്രോസ്പെറിറ്റി. നമുക്ക് പ്രോസ്പെറസ് ആയിട്ടുള്ള ഒരു കൺട്രി വേണോ? നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. നിങ്ങൾ ഈ രണ്ട് കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് കൂടെ ഓർമ്മിപ്പിക്കുന്നു. ഫിയർലെസ്നെസ് ആൻഡ് ട്രൂത്ത് മുറുകെ പിടിക്കാൻ പറഞ്ഞു. ബട്ട് വെൻ ഗാന്ധിജി came to India, Indians were secreted by the British owing to fear. They did whatever the British asked. Scared by British. But when Gandhiji came to India, Indians were scared by the British. പക്ഷെ ഇന്ത്യയിലെത്തിയ സമയത്ത് ഫിയർലെസ്നെസ് ഒക്കെ ഉണ്ടാവണം, പേടി പാടില്ല എന്നൊക്കെ പറഞ്ഞ ആ ഒരു ഗാന്ധിജി കാണുന്നത് ബ്രിട്ടീഷേഴ്സിനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്ന ഇന്ത്യക്കാരെയാണ്. ഓവിങ് ടു ദ ഫിയർ they did whatever the British asked to do them. അപ്പോൾ ഈ ഒരു ഭയം ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ ബ്രിട്ടീഷേഴ്സ് എന്ത് പറഞ്ഞാലും അവരെന്ത് ചെയ്തോളും, അനുസരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. സിൻസ് ഇന്ത്യൻസ് ഹാവ് ഫിയർ, they believing in wrong things. അത് ഇന്ത്യക്കാർക്ക് ഭയം ഉണ്ടായിരുന്നുകൊണ്ട് അവർ തെറ്റായ കാര്യങ്ങളിൽ വിശ്വസിച്ചു. ബട്ട് വിത്ത് അറൈവൽ ഓഫ് ഗാന്ധിജി, അദ്ദേഹത്തിന്റെ വരവോട് കൂടിയിട്ട് ദ കണ്ടീഷൻസ് ബിഗാൻ ടു ചേഞ്ച്. മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങി, കണ്ടീഷൻസിൽ മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങി. ഇന്ത്യൻസ് ബിഗിൻ ടു അപ്ഹോൾഡ് ട്രൂത്ത്, വിച്ച് ഇൻ ടേൺ ഹെൽപ്സ് ദം ടു ഇവോൾവ് ദംസെൽസ് ഇൻ ടു ഫിയർലെസ് പീപ്പിൾ. അങ്ങനെ സത്യത്തെ ഉയർത്തിപ്പിടിച്ച ഇന്ത്യക്കാര് എന്തായി തുടങ്ങി? ഇവോൾവ് ദംസെൽസ് ഇൻ ദ ഫിയർലെസ് പീപ്പിൾ. ഭയമില്ലാത്ത ആളുകളായി തുടങ്ങി. നമുക്ക് ഭയം ഉണ്ടാവുന്ന സമയത്താണ് അല്ലെ കള്ളങ്ങളുടെ പിന്നാലെ പോവുക. ആ പണിഷ്മെന്റിനെ ഭയന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? കള്ളങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ കളവിന് കൂട്ടു നിൽക്കുന്നു. ഇതാണ് ചെയ്യുന്നത്. അപ്പൊ ഗാന്ധിജി പറഞ്ഞു, നിങ്ങൾ സത്യത്തിന്റെ കൂടെ നിൽക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും ഫിയർലെസ്നെസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഭയപ്പെടേണ്ട ആവശ്യം ഉണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഭയമില്ലാതിരുന്നു നോക്ക്, സ്വാഭാവികമായിട്ടും നിങ്ങൾ എന്തേ മുറുകെ പിടിക്കും? സത്യത്തെ മുറുകെ പിടിക്കുക തന്നെ ചെയ്യും. ഗാന്ധിജി ഈസ് എ സിമ്പിൾ ഓഫ് അൺകോംപ്രമൈസിങ് ട്രൂത്ത്. ഗാന്ധിജി എന്ന് പറയുന്ന ആള്, ഷി വാസ് എ സിമ്പിൾ ഓഫ് അൺകോംപ്രമൈസിങ് ട്രൂത്ത്. എന്താ അൺകോംപ്രമൈസിങ് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ? ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത, എന്ത് സംഭവിച്ചാലും സത്യത്തിന്റെ പുറകിലെ മാത്രം പോവുകയുള്ളൂ എന്ന് പറയുന്ന ഒരു മനുഷ്യനായിരുന്നു. ട്രൂത്ത് ആർ in related and absolute truth is beyond the comprehension of people. ട്രൂത്ത് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അത് നമുക്കും അപ്പുറത്താണ്. ആബ്സല്യൂട്ട് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ നമുക്കും അപ്പുറത്താണെന്ന് വെച്ചാൽ റിയൽ ആയിട്ടുള്ള ട്രൂത്ത്. ഇപ്പൊ ദൈവത്തെയൊക്കെ നമുക്ക് റിയൽ ട്രൂത്ത് എന്ന് പറയാം. അപ്പൊ അത് ശരിക്കും നമുക്ക് പ്രാപ്യമല്ല, അത് അതിനപ്പുറത്തുള്ള എന്തോ ഒന്നാണ്. ഏതായാലും ആബ്സല്യൂട്ട് ട്രൂത്ത് ഇസ് ബിയോണ്ട് ദ കോംപ്രിഹെൻഷൻ ഓഫ് ദ പീപ്പിൾ. വാട്ട് വൺ പേഴ്സൺ ഇസ് തിങ്കിങ് ആസ് ട്രൂത്ത് വിൽ ബി ഫോൾസ് ടു അനദർ പേഴ്സൺ. ഇൻഡിവിജ്വലി ഡിഫറെന്റ് ആണ് ട്രൂത്ത് എന്ന് പറയുന്നത്. അപ്പൊ എന്റെ സത്യമായിരിക്കണം എന്നില്ല നിങ്ങളുടെ സത്യം. മനസ്സിലായോ? അപ്പൊ ഓരോ രാജ്യക്കാർക്കും ഓരോ സത്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ഓരോ മതക്കാർക്കും ഓരോ സത്യങ്ങളുണ്ടാവും. അങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ it depends upon individuals. Truth depends upon individuals. Hence truth varies from person to person. അതുകൊണ്ട് തന്നെ person to person അത് മാറിക്കൊണ്ടിരിക്കും. But Nehru firmly believed that the ways Gandhiji upheld the truth, nobody else did like that. അപ്പോൾ നമുക്ക് ഇന്നത് ചെയ്യണം, അല്ലെങ്കിൽ ഇന്നത് രീതിയിൽ ജീവിക്കണം എന്നൊക്കെ പറയാൻ കുറെ ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ? അപ്പോൾ കാരണം എന്റെ സത്യം നിങ്ങളുടെ സത്യം ആവണമെന്നില്ല, നിങ്ങളുടെ സത്യം എന്റെ സത്യം ആവണമെന്നില്ല, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ഏതായാലും
നെഹ്റു പറയാണ്, ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഗാന്ധിജിയോളം സത്യത്തെ മുറുകെ പിടിച്ച മറ്റൊരാളവിടെ ഇല്ലായിരുന്നു എന്ന്. ഇനിയോ, ഗാന്ധിജി ഇൻഫ്ലുവൻസ്ഡ് പീപ്പിൾ ബൈ ഇൻ മെനി വേസ്. ഒരുപാട് തരത്തിലെ ആളുകളെ ഗാന്ധിജി സഹായിച്ചിട്ടുണ്ട്. സം പീപ്പിൾ വർ പാർഷ്യലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഗാന്ധിജീസ് ഐഡിയോളജീസ്. ചില ആളുകളൊക്കെ ഭാഗികമായിട്ട് ഗാന്ധിജിയുടെ ഗാന്ധിസം അല്ലെ ഫോളോ ചെയ്തു. അതേഴ്സ് ജസ്റ്റ് ആക്സെപ്റ്റഡ് ഹിസ് ഐഡിയോളജീസ് ആൻഡ് മെയ്ഡ് ചേഞ്ചസ് ഇൻ ദെയർ ലൈഫ്സ്. ചില ആളുകൾ കംപ്ലീറ്റ് ആയിട്ട് അതിനെന്ത് ചെയ്തു, ആക്സെപ്റ്റ് ചെയ്തു. അദ്ദേഹത്തെ പോലെ തന്നെ വസ്ത്രങ്ങളിലാണെങ്കിലും അത് അദ്ദേഹത്തിന്റെ ഐഡിയോളജീസ് എല്ലാം ശിരസാ വഹിച്ചു പല ആളുകളും. ചില ആളുകളോ എ ഫ്യൂ ഡിഡ് നോട്ട് ആക്സെപ്റ്റ് ഹിസ് ഐഡിയോളജീസ്. ചില വളരെ കുറഞ്ഞ ആളുകൾ മാത്രം അദ്ദേഹത്തിന്റെ ഐഡിയോളജീസിനൊന്നും എന്ത് ചെയ്തില്ല, സ്വീകരിച്ചില്ല. ഗാന്ധിജി അപ്ഹെൽഡ് 2 ആക്ഷൻസ്. അദ്ദേഹം പറഞ്ഞു നമ്മുടെ ആക്ഷൻസ് അദ്ദേഹം അപ്ഹെൽഡ് ചെയ്തത് എന്താണ്, 2 ഫോൾഡാണ് നമ്മുടെ ആക്ഷൻസ്. 2 ഫോൾഡഡ് ആക്ഷൻ ആണ് നമ്മളത്. അത് ഇമ്പോർട്ടന്റ്. ഫിയർലെസ്നെസ് ട്രൂത്ത് പറഞ്ഞതുപോലെ ഇത് ഓർത്തോ, ബാക്കി നിങ്ങൾക്ക് ഇങ്ങനെ വെച്ച് കാച്ചാം. ഓക്കെ, എന്താണ് 2 ആക്ഷൻസ് ആണ് അദ്ദേഹം പറഞ്ഞ, ഒരു 2 ഫോൾഡ് ആണ്. അതാണ് 2 ആക്ഷൻ എന്ന് പറയുന്നത്. 2 ഫോൾഡ് ആണ് നമ്മുടെ ആക്ഷൻ. എങ്ങനെയാണ്? 1 is the fight back against the British ring and stop social evils such as sati, untouchability, child marriage, etc. എന്ന് വെച്ചാൽ 2 കാര്യങ്ങൾ അവിടെ പ്രശ്നം. ഒന്ന്, ബ്രിട്ടീഷുകാരോട് അമ്മ അടിച്ചു കൊടുക്കുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ എന്താണ്, നമ്മൾക്കിടയിലുള്ള സോഷ്യൽ ഈവൽസിനോട്, ഓക്കെ, സതി പോലുള്ള, അൺടച്ചബിലിറ്റി പോലുള്ള, ചൈൽഡ് മാരേജ് പോലുള്ള ഈ സോഷ്യൽ ഈവിൾസ്, സാമൂഹികമായിട്ടുള്ള വിപത്തുക്കളോടും കൂടെ നമ്മൾ ഫൈറ്റ് ചെയ്യണം. ഇപ്പൊ 2 കാര്യങ്ങളോടാണ് ഫൈറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അദ്ദേഹത്തിന്റെ ടീച്ചിങ് 2 ഫോൾഡ് ആയിരുന്നു. ഈ 2നോടും നിങ്ങൾ ഫൈറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, നെഹ്റു then mentions about the prime objective of Congress, which is the freedom of India. Another one is the national unity, which can be achieved by solving the problems of minorities, depressed classes and untouchability. അവിടെ നെഹ്റു മറ്റൊരു കാര്യം കൂടെ പറയാണ്. കോൺഗ്രസിന്റെ പ്രൈം ഒബ്ജക്റ്റീവ് എന്തായിരുന്നു? ഓരോരുത്തർക്കും ഒരു പ്രൈം ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവല്ലോ, ഒരു ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉണ്ടാവല്ലോ. കോൺഗ്രസിന്റെ അന്നത്തെ പ്രൈം കൺസേൺ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു എന്ന് വെച്ചാൽ ഫ്രീഡം ഓഫ് ഇന്ത്യ. ഒന്നാമത് ഫ്രീഡം ഓഫ് ഇന്ത്യ. രണ്ടാമത്തത് ഈ പാവപ്പെട്ടവന്റെയും മൈനോറിറ്റീസിന്റെയും അടിച്ചമർത്തപ്പെട്ടവന്റെയും ഒക്കെ അൺടച്ചബിലിറ്റി അനുഭവിക്കുന്ന ആളുകളുടെ ഒക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കുക. അതുപോലെ തന്നെ അവരുടെ സോൾവിങ് ദ പ്രോബ്ലംസ്, അതുപോലെ തന്നെ ഈ പറയുന്ന അൺടച്ചബിലിറ്റി പോലെയുള്ള സോഷ്യൽ ഈവൽസിനെ കെട്ടുകെട്ടിക്കുക. ഇതായിരുന്നു അദ്ദേഹം ഈ കോൺഗ്രസിന്റെ 2 പ്രൈം ഒബ്ജക്റ്റീവ്സ്. According to Nehru, the main weapon of British are propagating fear among Indians. നെഹ്റു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ബ്രിട്ടീഷേഴ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രം എന്ന് പറഞ്ഞാൽ ഇന്നും പല പാർട്ടികളൊക്കെ നടത്തുന്ന ഒരു സാധനം തന്നെയാണ്, പല ഭരണകൂടങ്ങളും നടത്തുന്ന സാധനം തന്നെയാണ്, പേടി ഉണ്ടാക്കുക. ആളുകളുടെ ഉള്ളിൽ ബ്രിട്ടീഷേഴ്സിനോടുള്ള ഒരു ഭയം ഉണ്ടാക്കിക്കുക. ഭയം ഉണ്ടാകുന്ന സമയത്ത് അങ്ങനെ കുറെ കാലം നിലനിർത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ according to Nehru, the main weapons of British are propagating fear among Indians, support from them and vested interested in certain classes. അപ്പോൾ ഇപ്പൊ ചില ആളുകൾക്ക് ബ്രിട്ടീഷേഴ്സിന്റെ എന്താ പറയാ അടുത്ത് ചെറിയൊരു സോഫ്റ്റ് കോർണർ ഉണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് ചാരന്മാരായിട്ടൊക്കെ എന്ത് ചെയ്യും, അവര് ജോലി ചെയ്യും. അപ്പൊ അവർക്ക് അതിൻ്റെതായിട്ടുള്ള എന്ത് കിട്ടും, നന്മകളും ഗുണങ്ങളും ഒക്കെ കിട്ടും. അപ്പൊ സ്വാഭാവികമായിട്ടും കൂടുതൽ ആളുകൾ അതിലേക്ക് പോകാനൊക്കെ സാധ്യതയുണ്ട് അല്ലെ. ഗാന്ധിജി അറ്റാക്ക് ദീസ്. ഇതിന് എതിരാണ് ആര്, ഗാന്ധിജി അറ്റാക്ക് ചെയ്തത്. ഓക്കെ, എന്ന് വെച്ചാൽ ഈ പറയുന്ന ഭയത്തെ ഇല്ലാതാക്കുക, മനസ്സിലായില്ലേ, അതിനെയാണ് അദ്ദേഹം അറ്റാക്ക് ചെയ്തത്. ഹി ആസ്ഡ് ടൈറ്റിൽ ഹോൾഡേഴ്സ് ടു ഗിവ് അപ്പ്. അപ്പോൾ ഈ പറയുന്ന നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആളുകളുണ്ടല്ലോ, ഇവരോട് വിധേയത്വം കാട്ടിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ബ്രിട്ടീഷ് സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റിക്കൊണ്ട് ജീവിക്കുന്ന ആളുകള്, അവരെയാണ് അദ്ദേഹം ആദ്യം തന്നെ അവിടെയാണ് അറ്റാക്ക് ചെയ്തത് ഗാന്ധിജി. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ആദ്യം ഈ ടൈറ്റിൽ ഓർഡേഴ്സ് എന്ന് പറഞ്ഞാൽ ചില പദവികൾ കൊടുക്കും. ഇപ്പോൾ ബ്രിട്ടീഷേഴ്സ് ചില പദവികൾ കൊടുക്കും, സർ പദവിയൊക്കെ അല്ലേ, അതുപോലെ പദവികൾ കൊടുക്കുന്നുണ്ട്, അതാണ് ടൈറ്റിൽ ഹോൾഡേഴ്സ്. ആ ടൈറ്റിൽ ഹോൾഡേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ടൈറ്റിൽസ് ഒക്കെ വേണ്ടാന്ന് പറഞ്ഞിട്ട് തിരിച്ചു കൊടുക്കണം. ഓക്കെ, സിൻസ് ഹി starts to lead a simple life, many rich people start to imitate him. എന്ന് വെച്ചാൽ അത് എൻ്റെ കൂടെ പറയുന്നുള്ളൂ, ഒരു വിശദീകരിച്ച് ഞാൻ പറഞ്ഞുതരാം. എന്ന് വെച്ചാൽ ടൈറ്റിൽ ഹോൾഡേഴ്സിനോടൊക്കെ പറഞ്ഞു നിങ്ങൾ ടൈറ്റിൽസ് വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്ത്യ ഗവൺമെന്റ് ഒരു ഭാരത് രത്ന ഒരാൾക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അയാൾ പറയണം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ സർക്കാർ അത് ഭയങ്കര മോശമാണ്, മനസ്സിലായില്ലേ. അതുപോലെ ഈ ഗവൺമെന്റ് തന്ന സാധനങ്ങളൊക്കെ ആളുകളെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളൊക്കെ കിട്ടിയിട്ടുണ്ടാവുക, അവരൊക്കെ വേണ്ടാന്ന് പറയാം. അതൊരു എന്താണ് നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കും ആളുകളുടെ ഇടയിൽ. ആരെ കുറിച്ച്? ഗവൺമെന്റിനെ കുറിച്ചിട്ട്. നമുക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല, അതൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ആളുകൾ ഉള്ളിലേക്ക് അത് ഇഞ്ചക്ട് ചെയ്യാണ്. ഓക്കെ, ബ്രിട്ടീഷേഴ്സിനെ നിങ്ങൾ ഭയക്കും വേണ്ട, നിങ്ങൾ അവർക്ക് വലിയൊരു സ്ഥാനവും കൊടുക്കണ്ട എന്ന അർത്ഥത്തിലേക്ക് കൊണ്ടുവരാണ് കാര്യങ്ങളെ. ഓക്കെ, ഇനി മറ്റൊരു കാര്യം,
അന്നത്തെ കാലത്ത് ഗാന്ധിജിയെ വളരെ സിമ്പിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഗാന്ധിജി വളരെ സിമ്പിൾ ആയിട്ടുള്ള ലൈഫാണ്, വേ ഓഫ് ലൈഫാണ് അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. ആ ഒരുപാട് പണക്കാരായിട്ടുള്ള ആളുകളും ഗാന്ധിജിയെ എന്താ പറയുക ഫോളോ ചെയ്യാൻ തുടങ്ങി, ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി ഗാന്ധിജിയെ പോലെ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന നാട്ടിലുണ്ടായിരുന്ന ആളുകൾക്കിടയിൽ പണക്കാരാര് പാവപ്പെട്ടവരാരെന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത രീതിയിൽ ആയി മാറി. എല്ലാവരും സിമ്പിൾ ആയിട്ടുള്ള ഹംബിൾ ആയിട്ടുള്ള വേ ഓഫ് ലൈഫ് സ്വീകരിച്ചു തുടങ്ങി. ഇൻ ഓർഡർ ടു സ്പ്രെഡ് ദ ഐഡിയോളജീസ് ഓഫ് ഗാന്ധിജി, ഹിസ് ഫോളോവേഴ്സ് വെന്റ് ടു വില്ലേജസ്. അപ്പോൾ ഗാന്ധിജിയുടെ ഐഡിയോളജീസ് എന്താ പറയുക സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് ഒക്കെ, അദ്ദേഹത്തിന്റെ അനുയായികളൊക്കെ വില്ലേജുകളിലേക്ക് പോയി. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം വില്ലേജുകളിലേക്ക് പോയി, പല ഗ്രാമങ്ങളിലും പോയിട്ട് അവരിങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ തുടങ്ങി. For the first time, the villagers began to know about the rights and they began to revolt against British. അപ്പൊ ഏറ്റവും അടിച്ചമർത്തൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് പാവപ്പെട്ട ഈ കർഷകരൊക്കെ അല്ലെ. അപ്പൊ ഈ വില്ലേജേഴ്സ് ആദ്യമായിട്ട് അവരുടെ അവകാശങ്ങളെ കുറിച്ചിട്ട് മനസ്സിലാക്കി അവരും ആർക്കെതിരെ റിവോൾട്ട് ചെയ്യാൻ തുടങ്ങി, ബ്രിട്ടീഷേഴ്സിനെതിരെ റിവോൾട്ട് ചെയ്യാൻ തുടങ്ങി. Then Nehru starts to tell about the India which Gandhiji has been dreamed. അങ്ങനെ പിന്നീട് നെഹ്റു ആരെ കുറിച്ച് പറയുന്നു? ഇന്ത്യയെ കുറിച്ച് പറയുന്നു. നമ്മുടെ നെഹ്റു ഗാന്ധിജി സ്വപ്നം കണ്ടിരുന്ന ഇന്ത്യയെ കുറിച്ച് പറയുന്നു. ഇൻ ഗാന്ധിജീസ് ഇന്ത്യ പീപ്പിൾ ലിവ് ഇൻ ഹാർമണി. ഗാന്ധിജി സ്വപ്നം കണ്ട ഇന്ത്യയിൽ ആളുകളൊക്കെ വളരെ സൗഹാർദ്ദപരമായിട്ട് ജീവിക്കുന്ന ഇന്ത്യയാണ്. ദർ വിൽ ബി നോ അൺടച്ചബിലിറ്റി. അവിടെ എന്തുണ്ടാവില്ല? അൺടച്ചബിലിറ്റി ഉണ്ടാവില്ല. നോ യൂസ് ഓഫ് ഡ്രഗ്സ് ആൻഡ് ആൽക്കഹോൾസ് ആൻഡ് ഹാവ് ജെൻഡർ ഈക്വാലിറ്റി. അവിടെ ഡ്രഗ്സും ആൽക്കഹോളും ഉണ്ടാവില്ല, ജെൻഡർ ഈക്വാലിറ്റി ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, സ്ത്രീ പുരുഷ സമത്വം ഉണ്ടാവും. Though he accepts all culture, he is proud of Indian culture. അദ്ദേഹം എല്ലാ കൾച്ചറിനെയും ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് അഭിമാനം ഉണ്ടായിരുന്നു എന്തിനെ കുറിച്ച്? ഇന്ത്യൻ കൾച്ചറിനെ കുറിച്ചിട്ട്. ആൻഡ് ഹിസ് ലീനേജ് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ പൈതൃകത്തിൽ അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടമുണ്ടായിരുന്നു. ഇന്ത്യക്കാരനായി ജനിച്ചതിലും ഒരു ഹിന്ദുവായി ജനിച്ചതിലൊക്കെ അദ്ദേഹം അഭിമാനം കൊണ്ടായിരുന്നു. ഹി ടെൽസ് ദാറ്റ് one should accept good things from the other cultures. അദ്ദേഹം പറയുന്നു നമ്മൾ മറ്റുള്ള കൾച്ചേഴ്സിനോടൊക്കെ നമ്മൾ വിരോധം കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിൽ നിന്നൊക്കെ നല്ലതുണ്ടെങ്കിൽ നമുക്ക് സ്വീകരിക്കാം. വെസ്റ്റേൺ കൾച്ചേഴ്സിനെ നമ്മൾ പാടെ ഒഴിവാക്കൊന്നും വേണ്ട. നല്ലതുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സ്വീകരിക്കാം. ബട്ട് അറ്റ് ദ സെയിം ടൈം വൺ ഷുഡ് നോട്ട് അബാൻഡൻസ് വൺസ് കൾച്ചർ. പക്ഷെ അതേസമയം നമ്മൾ നമ്മുടെ കൾച്ചർ ഒരിക്കലും എന്ത് ചെയ്യരുത്? ഒഴിവാക്കുകയും ചെയ്യരുത്. വെസ്റ്റേൺസിനെ ബ്ലൈൻഡ്ലി നമ്മൾ ഫോളോ ചെയ്യുക, നമ്മുടെ കൾച്ചർ മറന്നിട്ട് അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഇൻ ദ എൻഡ് നെഹ്റു ടെൽസ് that no wonder why Gandhiji influenced the masses of Indians, because he targeted the psychology of Indians and did the psychological reformations. എന്താ അങ്ങനെ അവസാനം നെഹ്റു പറഞ്ഞു തരാണ് നമ്മളോട്, ഒരു അത്ഭുതപ്പെടാനുമില്ല. കാരണം ഗാന്ധിജി പതിനായിരക്കണക്കിന് ലക്ഷോപലക്ഷം ഇന്ത്യക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്തതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം എന്താണെന്നറിയോ? ബിക്കോസ് ഹി ടാർഗറ്റഡ് ദ സൈക്കോളജി ഓഫ് ഇന്ത്യൻസ് ആൻഡ് ഡിഡ് സൈക്കോളജിക്കൽ റിഫോർമേഷൻ. കാരണം അദ്ദേഹം ടാർഗറ്റ് ചെയ്തത് മാനസികമായിട്ടുള്ള ഒരു എന്താ പറയുക അപ്രോച്ചാണ്. അദ്ദേഹം ഒരു മനഃശാസ്ത്രജ്ഞൻ എങ്ങനെയാണോ ഓർക്കുന്നത്, ഒരു മനഃശാസ്ത്രജ്ഞൻ അയാളുടെ മുമ്പിലേക്ക് വരുന്ന രോഗിയുടെ പ്രശ്നങ്ങൾ പഠിക്കുകയാണ് ആദ്യം ചെയ്യുക അല്ലെ. അയാളുടെ ജീവിതത്തിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചികഞ്ഞ് അന്വേഷിച്ചു വരും. എന്നിട്ട് അതിനാണ് ട്രീറ്റ്മെന്റ് കൊടുക്കുക. അല്ലാതെ അദ്ദേഹം ഇപ്പോൾ കാണിക്കുന്ന വിഭ്രാന്തിക്കോ അല്ലെങ്കിൽ പറയുന്ന ഹാലൂസിനേഷനോ ഒന്നും മരുന്ന് കൊടുക്കല്ല ചെയ്യുക. അദ്ദേഹത്തോട് കൺസൾ ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ആ പ്രശ്നത്തിനെ പിടിച്ച് പുറത്തേക്ക് ആക്കുകയാണ് ചെയ്യുക. ഇത് തന്നെയാണ് ഗാന്ധിജിയും ചെയ്തത്, ഒരു സൈക്കോളജിസ്റ്റിനെ പോലെ. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് മനസ്സിന് സുഖം നൽകുന്ന ഒരാളെ സ്വാഭാവികമായിട്ടും അല്ലെ നമ്മളെല്ലാവരും അതിലേക്ക് അട്രാക്റ്റഡ് ആവും. ആ അട്രാക്ഷനാണ് ഇവിടെ ഗാന്ധിജിക്ക് ഈ പറയുന്ന മില്യൺസ് ഓഫ് ഇന്ത്യൻസിൽ നിന്നും കിട്ടിയത്, അല്ലെങ്കിൽ മാസസ് ഓഫ് ഇന്ത്യൻസിൽ നിന്നും കിട്ടിയത് എന്നാണ് നമ്മുടെ നെഹ്റു പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കുന്നത്. സോ ഇതാണ് ചാപ്റ്റർ. ഇത്രയേ ഉള്ളൂ ചാപ്റ്റർ. കുറെ പോയിന്റുകൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? ഓർത്തു വെക്കേണ്ടതുണ്ട്. കാരണം നമുക്ക് ജനറൽ ക്വസ്റ്റ്യൻ നമുക്ക് ഇതിനർത്ഥം ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ ഗാന്ധിജി ഒക്ടോബർ 2 ഒരു സ്പീച്ച് നിങ്ങൾ നടത്തണം ഗാന്ധിയൻ പ്രിൻസിപ്പിൾസിനെ കുറിച്ച്. അപ്പൊ ഈ ചാപ്റ്ററിനെ പറ്റിയിട്ട് നിങ്ങൾ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. പക്ഷെ അദ്ദേഹം അപ്ഹോൾഡ് ചെയ്തിട്ടുള്ള കുറെ പോയിന്റ്സ് ഇല്ലേ, നമ്മുടെ ഫിയർലെസ്നെസ്, ട്രൂത്ത്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാം? പറയാം. അതുപോലെ ഈ നമ്മുടെ അദ്ദേഹം ഡ്രീം ചെയ്തിരുന്ന ഇന്ത്യയെക്കുറിച്ച് ഒക്കെ നിങ്ങൾക്ക് എന്താ പറയാം. സോ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ പഠിച്ച ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള ഗാന്ധിജിയെ കുറിച്ചിട്ടുള്ള കുറെ വിവരങ്ങൾ ഇതിനകത്തേക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് ഈ ചാപ്റ്ററിനും ചോദ്യങ്ങൾ കുറവാണ് ചോദിക്കാറ്. ഓക്കെ, അപ്പോൾ ചാപ്റ്റർ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.